ന്യൂകാസിലിൻ്റെ കരബാവോ കപ്പ് വിജയം എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും വലിയ ഒരു സന്തോഷം പകരുന്ന ഒരു നിമിഷമായി മാറി എന്ന് പറയേണ്ടി വരും. കാരണം അതിനിപ്പം ഫാൻ ഫോളോയിങ്ങോ അല്ലെങ്കിൽ ക്ലബ്ബ് ലെഗസിയോ അതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. കാരണം ആ ടീം ഡിസേർവ് ചെയ്ത ഒരു കിരീടം തന്നെയായിരുന്നു. കാരണം ഒരു ടീം വർഷങ്ങളായിട്ട് അവരുടെ ആരാധകർ ഇങ്ങനെ കാത്തിരിക്കുന്നു കിരീടത്തിന് വേണ്ടി. 1969 ഇതിനു മുമ്പ് കരബാവോ കപ്പ് നേടുന്നതിന് മുമ്പ് ന്യൂകാസിൽ ഒരു കിരീടം ഉയർത്തിയത്. അത് ഇന്റർ സിറ്റീസ് ഫെയേഴ്സ് കപ്പ് എന്ന് പറയുന്ന യൂറോപ്യൻ ടൂർണമെൻ്റ് ആയിരുന്നു. അത് പിന്നീട് നിലച്ചു. അതിനുശേഷമാണ് യുഎഫ കപ്പ് വന്നത്. അതാണ് ഇന്നത്തെ യൂറോപ്പ ലീഗായി മാറിയത്. അപ്പം ആ ഒരു നീണ്ട ഏതാണ്ട് 5.5 പതിറ്റാണ്ടിലധികം വരുന്ന ഒരു കാലയളവിൽ ഒരൊറ്റ കിരീടം പോലും നേടാൻ ന്യൂകാസിലിന് സാധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ മികച്ച രീതിയിലുള്ള പ്ലെയേഴ്സൊക്കെ ഉണ്ടായിരുന്നു ന്യൂകാസിലിന്. ലെജൻഡ്സ് ഒരുപാട് വന്നുപോയി. പക്ഷേ അവർക്കൊരു കിരീടം നേടാൻ സാധിച്ചില്ല. അപ്പോൾ അലൻ ഷീറിനെ പോലുള്ള പ്ലെയർ ഉണ്ടായിരുന്നു. പ്രീമിയർ ലീഗിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരിൽ ഒരാളായ ന്യൂകാസിലിൻ്റെ ടോപ്പ് സ്കോറായ നമുക്ക് എല്ലാവർക്കും അറിയുന്ന മികച്ച പ്ലെയറായ മികച്ച സ്ട്രൈക്കറായ ഷീറർ ഉണ്ടായിരുന്നു. പക്ഷേ ഷീററിന് ന്യൂകാസിലിന് ഒരു കിരീടം നേടിക്കൊടുക്കാൻ സാധിച്ചില്ല. അതിനു മുമ്പ് പോൾ ഗാസ്കോയിൻ കളിച്ചിരുന്നു ന്യൂകാസിലിന് വേണ്ടി. അതുകൂടാതെ ആൻഡി കോൾ കളിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ലെജൻഡ്സ്, അതിന് മുമ്പാണെങ്കിൽ കീഗനെയൊക്കെ പോലുള്ള പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ക്ലസ്റ്റർ ഓഫ് എലൈറ്റ് പ്ലെയേഴ്സ് ഉണ്ടായിട്ട് ന്യൂകാസിലിന് ഒരു കിരീടം നേടാൻ സാധിച്ചില്ല. ഇപ്പം ഈ ഒരു ഇന്റർ സിറ്റീസ് ഫെയേഴ്സ് കപ്പ് ന്യൂകാസിൽ നേടുമ്പോൾ അലൻ ഷീറർ, അവരുടെ ക്ലബ് ലെജൻഡായ ഷീറർ ജനിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഒരു സിറ്റുവേഷൻ. എന്തായാലും ആ ഒരു കാത്തിരിപ്പിന് വിരാമമായി എന്നുള്ളതാണ്. ഫുട്ബോൾ ആരെയും നിരാശപ്പെടുത്തുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളായി മാറി കരബാവോ കപ്പിലെ ആ ഒരു വിജയം, ന്യൂകാസിലിൻ്റെ വിജയം. അതും ലിവർപൂളിനെ തീർത്തും ഏകപക്ഷീയമായ രീതിയിൽ തന്നെയാണ് ന്യൂകാസിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും മികച്ച രീതിയിൽ ഈ സീസൺ കളിച്ചിരുന്ന പ്രീമിയർ ലീഗിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമിനെ ഒന്നുമല്ലാതാക്കാൻ വെംബ്ലി സ്റ്റേഡിയത്തിൽ എഡി ഹൗവിൻ്റെ ശിഷ്യന്മാർക്ക് സാധിച്ചു എന്നുള്ളത്. എഡി ഹൗക്കും ഒരു വലിയ ക്രെഡിറ്റ് ഈ ന്യൂകാസിലിൻ്റെ ഒരു തിരിച്ചുവരവിലുണ്ട്. പ്രത്യേകിച്ച് സൗദി രാജകുമാരൻ്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യം 2021 ക്ലബ്ബ് ഏറ്റെടുത്തതിന് ശേഷം ടീം പടിപടിയായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നു എന്നുള്ളതാണ്. കാരണം ഒറ്റയടിക്ക് തന്നെ വലിയ വമ്പൻ താരങ്ങളെ മാത്രം കൊണ്ടുവന്ന് റിക്രൂട്ട് ചെയ്ത് വലിയ റിസൾട്ട് ഉണ്ടാക്കാനല്ല ശ്രമിച്ചത്. അത് ആ അർത്ഥത്തിൽ മാനേജ്മെൻറ്റിനും അതിലൊരു വലിയ പങ്കുണ്ട്. കാരണം അവർ സിസ്റ്റമാറ്റിക്കായിട്ട് ടീമിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. എഡി ഹൗ 2021 സീസണിൻ്റെ മധ്യത്തിൽ വെച്ച് ടീമിൻ്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ ന്യൂകാസിൽ പോയിന്റ് ടേബിളിൽ പ്രീമിയർ ലീഗിൽ 19-ാം സ്ഥാനത്തായിരുന്നു. വീണ്ടും ഒരു റെലഗേഷൻ ഭീഷണിയിലായിരുന്നു അവർ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് അദ്ദേഹം ടീമിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നത്. അവസാനം ആ സീസണിൽ 2021-22 സീസണിൽ ന്യൂകാസിൽ 11-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. അതിനുശേഷം അടുത്ത സീസണിൽ ടീമിന് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടിക്കൊടുക്കാൻ എഡി ഹൗവിന് സാധിച്ചു. പ്രീമിയർ ലീഗിൽ 4-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. അതിനൊപ്പം തന്നെ ഒരു ഫൈനൽ, കരബാവോ കപ്പിൻ്റെ ഫൈനലിൽ കളിക്കാൻ സാധിച്ചു. പക്ഷേ അന്ന് ഈ ഒരു ഭാഗ്യം ഉണ്ടായില്ല, യുണൈറ്റഡിനോട് പരാജയപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണെങ്കിലും 7-ാം സ്ഥാനത്ത് ന്യൂകാസിൽ ഫിനിഷ് ചെയ്തു. ഇപ്പോൾ ഈ സീസൺ നിലവിൽ 6-ാം സ്ഥാനത്താണ്. അവർക്ക് ടോപ്പ് 4-ൽ ക്വാളിഫൈ ചെയ്യാനുള്ളൊരു സ്കോപ്പ് ഇപ്പോഴുമുണ്ട്. അപ്പോൾ ഇതാണ് ന്യൂകാസിൽ എന്ന് പറയുന്ന ഒരു ടീമിനെ ശരിക്കും മാറ്റിയെടുക്കാൻ എഡി ഹൗവിന് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ അവരുടെ ഫാൻസ് ഈ ഒരു കിരീടം അർഹിക്കുന്നുണ്ട്. കാരണം ലോകത്ത് നമുക്കറിയാം ഒരു ലോയൽറ്റി, ക്ലബിനോടുള്ള ഒരു ലോയൽറ്റി, ഒറ്റ ക്ലബിനെ മാത്രം പിന്തുണയ്ക്കുന്ന ആ ഒരു ലോയൽറ്റി, അത് വളരെ ഫേമസ് ആണ്. ഒരുപാട് ക്ലബ്ബുകളുണ്ട് അങ്ങനെ. അപ്പോൾ അതിൽപ്പെട്ട ഒരു ക്ലബ്ബ് തന്നെയാണ് ന്യൂകാസിൽ. ഈ ഒരു വിജയത്തിന് ശേഷം, കരബാവോ കപ്പ് നേടിയതിന് ശേഷമുള്ള ഒരുപാട് റെസ്പോൺസസ് വന്നിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു റെസ്പോൺസ് ഉണ്ട്. ഒരു 60 വയസ്സിന് മുകളിലുള്ള, ഒരു 70 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു ഫാനാണ് അദ്ദേഹം. ആ ഒരു ഓർമ്മയുണ്ട് അദ്ദേഹത്തിന് അന്ന് ഇന്റർ സിറ്റീസ് ഫെയേഴ്സ് കപ്പ് നേടിയത്. അപ്പോൾ അതിന് ശേഷം ഉള്ള കാത്തിരിപ്പിനെ കുറിച്ച് അദ്ദേഹം വളരെ വൈകാരികമായിട്ട് പറയുന്നുണ്ട്. കാരണം ടീമിന് വേണ്ടിയാണ് ഞങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നത്, ഞങ്ങളെ ബാക്കി ഒന്നും ബോധർ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു മുഹൂർത്തം ഉണ്ടാകുന്നുള്ളൂ? അപ്പോൾ അത് ഞങ്ങൾ ബോധർ ചെയ്യുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു യാത്രയാണ്. ആ ടീമിൻ്റെ യാത്രയ്ക്കൊപ്പം ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ആ ലോയൽറ്റിയുടെ ഒരു വാക്കുകൾ തന്നെയാണ്. കാരണം ആ ഒരു ഫാൻ, എൽഡർലി ആയുള്ള ഒരു ഫാൻ ശരിക്കും ഇമോഷണൽ ആയിരുന്നു. അപ്പം അത് വല്ലാത്തൊരു പ്രതീതിയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസുകളൊക്കെ ആയിട്ട് അത് വളരെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ന്യൂകാസിലിൻ്റെ വിജയം ഫുട്ബോൾ പ്രേമികൾക്ക് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇപ്പം പല ക്ലബ്ബുകളും ഉണ്ട് ഇതേപോലെ കിരീടമില്ലാതെ വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം ഒരു പ്രചോദനം പകരുന്ന ഒരു കിരീടം തന്നെയാണ് ന്യൂകാസിലിന് നേടാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ലെജൻസൊക്കെ കളിച്ച മാക്പേസ് അങ്ങനെ വീണ്ടും ട്രാക്കിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കൊരു ബ്രേക്കിംഗ് മൊമെൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം അവർക്കൊരു കിരീടം നേടാൻ സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത സീസണിലൊക്കെ ന്യൂകാസിൽ കുറച്ചും കൂടിയൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വേറൊരു ലെവലിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം മാഞ്ചസ്റ്റർ സിറ്റിയുടെയൊക്കെ ഒരു യാത്ര നമുക്കറിയാം. ഇപ്പം നിലവിൽ അവർക്ക് പണമൊന്നും ഒരു പ്രശ്നമല്ല. കാരണം മികച്ച റോബസ്റ്റ് ആയിട്ടുള്ള വളരെ വെൽത്തിയർ ആയുള്ളൊരു മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ന്യൂകാസിൽ ഇംഗ്ലീഷ് ഫുട്ബോളിൽ ഇനിയും
തലയുയർത്തി തന്നെ നിൽക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നമുക്ക് ഈ ഒരു വിജയത്തെ ഒരു ഫുട്ബോൾ പ്രേമികൾ എന്നുള്ള രീതിയിൽ നമുക്ക് ആഘോഷിക്കാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെട്ടത്? ന്യൂകാസിലിൻ്റെ ആ വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ.